ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രിക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിട്ട് പബ്ലിക് എക്സാമിനേഷന് ചോദിക്കും എന്ന് പറഞ്ഞ പോലെ ഞാൻ ഉറപ്പ് തരുന്നു, ഇന്ന് ഞാൻ ഈ 20 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യുന്ന പോർഷനിൽ നിന്നും ഒരു 3 മാർക്കോ 4 മാർക്കോ 5 മാർക്കോ പബ്ലിക് എക്സാമിനേഷന് ചോദിച്ചിരിക്കും. നമ്മളുടെ ടോപ്പിക് മാക്സിമം സേഫ് സ്പീഡ് ഓഫ് എ വെഹിക്കിൾ ഓൺ എ കർവ്ഡ് റോഡ്. അതായത് ഒരു കർവ്ഡ് ആയിട്ടുള്ള റോഡില്, തിരിഞ്ഞ ഒരു വളവുള്ള റോഡില് ഒരു വാഹനത്തിന് പോകാവുന്ന പരമാവധി വേഗത കണ്ടുപിടിക്കാൻ പോവുകയാണ്. നിലവിൽ പഠിച്ച കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഈ ടോപ്പിക് നമ്മൾ ഈ സമയത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കർവ്ഡ് റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സർക്കുലാർ മോഷന്റെ ഭാഗമാണ്. കർവ്ഡ് മോഷനിലെ നമ്മൾ പറയാ സർക്കുലാർ മോഷനാണ്. അപ്പൊ ഞാനിവിടെ ചിത്രം വരച്ചിട്ടുണ്ട്. സർക്കുലാർ മോഷൻ നടത്തുന്നത് നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. 2 ഡയമെൻഷണൽ മോഷനിൽ, യൂണിഫോം സർക്കുലാർ മോഷനിൽ പറഞ്ഞതാണ്. എവിടെയാണോ സർക്കുലാർ മോഷൻ ഉണ്ടാവുക അവിടുത്തെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ടാൻജന്റിലൂടെ ആയിരിക്കും. ടാൻജന്റിൽ ഇപ്പൊ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുകയാണ്. ഈ ഒരു പോയിന്റിലെ വെലോസിറ്റി നമ്മൾ മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമായിരുന്നു. വെലോസിറ്റി മാർക്ക് ചെയ്യാൻ പറഞ്ഞ ടാൻജന്റിലൂടെ ഔട്ട്വേർഡ്സ്. യൂണിഫോം സർക്കുലാർ മോഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന് ഉണ്ടാകുന്ന ഒരേ ഒരു ആക്സിലറേഷൻ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ഓർ റേഡിയൽ ആക്സിലറേഷൻ ആണ്. യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ ഈ ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ. വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് ഉണ്ടായ ആക്സിലറേഷൻ ആണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. അത് ടുവേർഡ്സ് ദ സെന്റർ ആണ്, റേഡിയസിലൂടെയാണ്. നമ്മൾ സാധാരണ AR എന്നുള്ള ലെറ്റർ കൊടുക്കും, ദ റേഡിയസിലൂടെ സെന്ററിലേക്ക്. അതുകൊണ്ട് അതിന് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ഓർ റേഡിയൽ ആക്സിലറേഷൻ AR. R ആണ് റേഡിയസ് എങ്കിൽ, V ആണ് അതിന്റെ വെലോസിറ്റി എങ്കിൽ, ആ റേഡിയൽ ആക്സിലറേഷൻ ഓർ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട് V²/R. വേറെ ഫോർമുല ഉണ്ടായിരുന്നു, V ഒമേഗ, R ഒമേഗ സ്ക്വയർ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കൂടുതൽ കോമൺ ആയിട്ട് ഇപ്പോൾ ആവശ്യമുള്ള ഫോർമുല V²/R, where V is linear velocity, R is radius of the circular path. നമുക്കറിയാം, അങ്ങനെ സർക്കുലർ മോഷൻ നടത്തണമെങ്കിൽ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ഉണ്ടാവും. എവിടെയൊക്കെ ആക്സിലറേഷൻ ഉണ്ടാവുമോ ആ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫോഴ്സ്. അപ്പൊ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. എവിടെയൊക്കെ ആക്സിലറേഷൻ ഉണ്ടാവോ ആക്സിലറേഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ഫോഴ്സ്, ന്യൂട്ടന്റെ നിയമപ്രകാരം. അപ്പൊ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. സെക്കൻഡ് ലോ പ്രകാരം F = ma ആണ്. അപ്പൊ സെൻട്രിപീറ്റൽ ഫോഴ്സ് = ma. അതിന് എന്റെ സ്ഥാനത്ത് നമ്മൾ AR കൊടുത്താൽ, V²/R കൊടുത്താൽ സെൻട്രിപീറ്റൽ ഫോഴ്സ് = mv²/R. അപ്പൊ സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ ഡയറക്ഷനും ഏത് തന്നെയാണ്? ഈ പറഞ്ഞ റേഡിയസിലൂടെ സെന്ററിലേക്കാണ്. അപ്പൊ എവിടെയെങ്കിലും സർക്കുലാർ മോഷൻ നടത്തണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിയേണ്ടത് എന്താ? there should be a centripetal force which is given by mv²/R, where m is mass of the body. ആരാണോ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളുടെ മാസ്, V എന്ന് പറഞ്ഞാൽ അയാളുടെ ലീനിയർ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്, ആൻഡ് R is radius of the curved road അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ സർക്കുലാർ പാത്ത്. നമ്മളിപ്പോ കർവ്ഡ് റോഡിലേക്ക് പോകാൻ. അപ്പോ ഒരു കർവ്ഡ് റോഡിലൂടെ ഒരു വാഹനം തിരിയണമെങ്കിൽ, മറയാതിരിക്കണമെങ്കിൽ, സ്കിഡ് ചെയ്യാതിരിക്കണമെങ്കിൽ അതിനെന്ത് കിട്ടണം? സെൻട്രിപീറ്റൽ ഫോഴ്സ് കിട്ടിയിരിക്കണം. ആ വാഹനത്തിന്റെ മാസ് എമ്മും ആ വാഹനത്തിന്റെ സ്പീഡ് വിയും ആ വാഹനം കറങ്ങുന്ന കർവ്ഡ് റോഡിന്റെ റേഡിയസ് 6 ആണെങ്കിൽ അതിന് കൊടുക്കേണ്ട, കറങ്ങാൻ വേണ്ട, സേഫ് ആയിട്ടുള്ള കറങ്ങാൻ വേണ്ട സെൻട്രിപീറ്റൽ ഫോഴ്സ് mv²/R ഏതെങ്കിലും ഒരു ഏജൻസിയിൽ നിന്നും കിട്ടിയിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ സെൻട്രിപീറ്റൽ ഫോഴ്സ് കിട്ടിയാലേ കാറിന് കർവ്ഡ് റോഡ് സുഖമായി സേഫായി തിരിയാൻ സാധിക്കുള്ളൂ. അപ്പൊ മനസ്സിൽ ആ കൺസെപ്റ്റ് വെക്കുക. ഇനി നമ്മൾ 2 കേസ് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. അതിലേതെങ്കിലും ഒന്ന് പബ്ലിക് എക്സാമിനേഷന് ചോദിച്ചിരിക്കും. ആദ്യം നമ്മൾ ചെയ്യുന്നത് കർവ്ഡ് ലെവൽ റോഡ്. കർവ്ഡ് ആണ്, പക്ഷെ റോഡ് ലെവലാണ്. അതായത് ഇതാണ് റോഡ്, കർവ്ഡ് ആയിട്ടുള്ള റോഡ്. അപ്പൊ കർവ്ഡ് ആണ്. ഇനി റോഡ് ലെവലാണ്, റോഡിന് സ്ലോപ്പ് ഒന്നുമില്ല. ദിസ് ഈസ് റോഡ്. റോഡിന്റെ നിലഭാഗമാണ് ഈ കാണിച്ചത്, ലെവലാണ്. ഇതുവരെയാണ് നമ്മളെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ വിചാരിച്ചു. M മാസുള്ള ഒരു വാഹനം, കാറാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് ആർ ദ ഡിഫറെന്റ് ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ദിസ് കാർ നൗ? V വെലോസിറ്റിയിലാണ് പോകുന്നത് എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ആ കാറിന്റെ മുകളിൽ ഈ റോഡ് ലെവലാണ്, ഇൻക്ലൈൻഡ് ഒന്നുമല്ല. അതുകൊണ്ട് നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് അതിന്റെ വെയിറ്റ് അല്ലെ, mg നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 2, ആ റോഡ് നേരെ വെർട്ടിക്കലി അപ്വേർഡ്സ്, ഒരു നോർമൽ റിയാക്ഷൻ R. ഓക്കെ. ഇനി മൂന്നാമതുള്ളത് ഫ്രിക്ഷൻ ആണ്.
ഫ്രിക്ഷൻ എപ്പോഴും സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ്. രണ്ട് സർഫസുകൾക്ക് പാരലൽ ആവണം, അത് വീഴുന്നതിന് എതിരാവണം, ഓടുന്നതിന് എതിരാവണം, അത്രയേ ഉള്ളൂ. അപ്പോ എങ്ങടാ ഓടുന്ന വെച്ചാൽ അതിനെതിരെ. അപ്പൊ ഓടുന്നതിന് മാത്രമല്ല എതിര്, ഇത് സ്കിഡ് ചെയ്യുന്നതിനും അതിന് ടാൻജൻഷ്യൽ ആയിട്ടുള്ളതിനും ഒക്കെ എതിരായിരിക്കും. അപ്പൊ ഇതിന്റെ മുകളിൽ ബാക്കിയുള്ള ഒരു ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഈ രണ്ട് സർഫസുകൾക്ക് പാരലായിട്ട് ഞാൻ കാണിച്ചു. റോഡിനും ആ വാഹനത്തിനും പാരലായിട്ട് ഇങ്ങനെ ഒരു ഫ്രിക്ഷനും കൂടി ഉണ്ടാവും. ഫ്രിക്ഷൻ നമുക്ക് തൽക്കാലം എഫ് എസ് എന്ന് എഴുതാം. എഫ് എസ് എന്ന് എഴുതണ്ട, എഫ് എന്ന് എഴുതാം. ഓക്കെ, എഫ് സ്റ്റാറ്റിക് ഒന്നുമല്ല, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 3 ഫോഴ്സുകളാണ് ഇപ്പൊ ഈ കാറിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത്. ഒന്ന് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിട്ടുള്ള mg, 2 വെർട്ടിക്കലി അപ്വേർഡ്സ് ആയിട്ടുള്ള റിയാക്ഷൻ, 3 ഈ സർഫസുകൾക്ക് റോഡിനും ടയറിനും പാരലൽ ആയിട്ടുള്ള ഫ്രിക്ഷൻ ഈ കർവേച്ചറിന്റെ ഉള്ളിലേക്ക്. അതിന്റെ ഡയറക്ഷൻ എപ്പോഴും സെൽഫ് അഡ്ജസ്റ്റിംഗ് ആയതുകൊണ്ട് നിങ്ങൾ ഡയറക്ഷനെ കുറിച്ച് ബേജാറാവണ്ട, അതുണ്ടായിരിക്കും. ഇനി നമുക്ക് അറിയാം ഈ ആറും mgയും ക്യാൻസൽ ചെയ്ത് പോയി അല്ലെ. നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ കാറിന് മുകളിലേക്ക് മുങ്ങാൻ പറ്റില്ല, താഴേക്ക് വീഴാൻ പറ്റില്ല, അവിടെ ബാലൻസ്ഡ് ആണ്. സോ ആർ ഈക്വൽ ടു mg. ഓക്കെ, ഇനി ബാക്കിയുള്ള ഒരേ ഒരു ഫോഴ്സ് ഫ്രിക്ഷൻ മാത്രമാണ്, എഫ് മാത്രമാണ്. അപ്പോ ഇയാൾക്ക് കറങ്ങാൻ ആവശ്യമായ സെൻട്രിപീറ്റൽ ഫോഴ്സ് എം. സെൻട്രിപീറ്റൽ ഫോഴ്സ് എഴുതുമ്പോൾ നമുക്ക് ഇവിടെ റേഡിയസ് അറിയണം. ലെറ്റ് ആർ ബി ദ റേഡിയസ് ഓഫ് ദ റോഡ്. നമ്മൾ ഈ കറങ്ങുന്ന റോഡിന്റെ റേഡിയസ് ആർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആവശ്യമായ സെൻട്രിപീറ്റൽ ഫോഴ്സ് എത്രയാണ്? mv²/r ആണ് അല്ലെ. ഈ വാഹനം സേഫായി കറങ്ങണമെങ്കിൽ അതിന് കിട്ടേണ്ട സെൻട്രിപീറ്റൽ ഫോഴ്സ് mv²/r ആണ്. ഈ mv²/r തരാൻ ഞാൻ ആരെങ്കിലും ബാക്കിണ്ടാ? mg കൊണ്ട് സെൻട്രിപീറ്റൽ ഫോഴ്സ് കിട്ടുമല്ല, റിയാക്ഷൻ കൊണ്ട് കിട്ടുമല്ല, അവരൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ബാക്കിയുള്ള mv²/r തരാൻ ആകുള്ളത് ഇവിടെ ഫ്രിക്ഷൻ മാത്രമാണ്. സോ സെൻട്രിപീറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ഫ്രിക്ഷൻ. ഓക്കെ, ഫ്രിക്ഷൻ കാണാനുള്ള വഴി ഫ്രിക്ഷൻ ഈക്വൽ ടു നിങ്ങൾക്കറിയാം mu into r ആണ്. കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. Friction is always directly proportional to normal reaction, and there is a constant of proportionality which is called the coefficient of friction, mu. Appo friction is equal to mu r, okay, and that's equal to r equal to mg ആണ്. ലെവൽ റോഡ് ആയതുകൊണ്ട് r ഉം mg ഉം ഈക്വൽ ആയിട്ട് നിൽക്കുക. സോ friction is equal to mu into r ന്റെ സ്ഥാനത്ത് mg എന്ന് എഴുതി വെക്കാം. Therefore this equation 1 becomes mv²/r, centripetal force is equal to mu mg. ഫ്രിക്ഷന്റെ സ്ഥാനത്ത് mu mg എന്ന് എഴുതി. നോക്കൂ, m ക്യാൻസൽ ചെയ്ത് പോയി. സോ യു ഗെറ്റ് v² is equal to r അങ്ങോട്ട് കയറട്ടെ mu g r and v is equal to കാറിന് പോകാവുന്ന സേഫ് സ്പീഡ്, പരമാവധി വേഗത √mu g r. ഇതിനേക്കാൾ കൂടുതലാണ് വേഗത എങ്കിൽ ശ്രദ്ധിക്കാം, ഇതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ പോയി കഴിഞ്ഞാൽ mv²/r കൂടും. ഇത് ഇതിന്റെ പരമാവധി ഫ്രിക്ഷനാണ്. ആണെങ്കിൽ µs തന്നെ എഴുതാട്ടോ, µs ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെ എഴുതാം. ഇതിന്റെ പരമാവധി ഫ്രിക്ഷൻ ആണ് µs mg. അപ്പൊ ഇനിയും v വെലോസിറ്റി കൂടിയാൽ സെൻട്രിപീറ്റൽ ഫോഴ്സ് കൂടും. µs mg സെൻട്രിപീറ്റൽ ഫോഴ്സ് തരാൻ വേണ്ടി മതിയാകാതെ വരും. അതായത് സെൻട്രിപീറ്റൽ ഫോഴ്സ് കിട്ടിയില്ലെങ്കിൽ കാറ് ടാൻജന്റിലൂടെ സ്കിഡ് ചെയ്യും, വീഴും, മറയും. അതായത് ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല. ഇങ്ങോട്ട് തിരിയണമെങ്കിൽ ഈ സെൻട്രിപീറ്റൽ ഫോഴ്സ് കിട്ടണം. ഇങ്ങോട്ടാണ് ഈ സെൻട്രിപീറ്റൽ ഫോഴ്സ് mv²/r. അത് തരാനാണ് ഫ്രിക്ഷൻ ശ്രമിച്ചത്. അപ്പോ ഇനിയും സെൻട്രിപീറ്റൽ ഫോഴ്സ് കൂടിയാൽ ഫ്രിക്ഷൻ മതിയാകാതെ വരും, വണ്ടി തിരിയാതെ വരും, അതായത് മറിഞ്ഞു വീഴും. അപ്പോ വെലോസിറ്റി ഇതിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ സെൻട്രിപീറ്റൽ ഫോഴ്സ് കൂടും ഇതിനേക്കാളും, ഫ്രിക്ഷനേക്കാളും. അപ്പൊ വണ്ടി തിരിയില്ല. അപ്പോ മാക്സിമം സേഫ് സ്പീഡ് Vmax എന്ന് തന്നെ നമുക്ക് എഴുതി വെക്കാം. Maximum safe speed of a vehicle on a curved level road is equal to √μs gr, where µs is coefficient of limiting friction of the road, g is acceleration due to gravity at the place, and r is radius of curvature of the road. ആ റോഡിന്റെ radius of curvature, ആ വളവിന്റെ റേഡിയസ് ആണ് r. അപ്പൊ നിങ്ങൾക്കറിയാം, പല സമയത്ത് നമ്മൾ റോഡ് വണ്ടി ഇങ്ങനെ തിരിയുന്ന സമയത്ത് നമ്മൾ ഔട്ടറിൽ കൂടെയാണ് തിരിയുക. നമ്മളിങ്ങനെ ഇത് കൂടെ തിരിയുന്ന ഷാർപ്പ് ടേൺ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് വൈഡ് ആയിട്ട് ടേൺ ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ പോകാൻ പറ്റും. അപ്പൊ അതിന്റെ കാരണം നിങ്ങൾക്കറിയാം, ഷാർപ്പ് ടേൺ ചെയ്യുമ്പോൾ റേഡിയസ് കുറവാണ്. കുറച്ചും കൂടി വൈഡ് ആയിട്ട്, റോഡിന്റെ വൈഡ് ആയിട്ടാണ് നമ്മൾ ടേൺ ചെയ്യുന്നതെങ്കിൽ റേഡിയസ് കൂടുതലാണ്. റേഡിയസ് കൂടുതലായാൽ നോക്കൂ, 6 കൂടിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പീഡ് കൂടുതലാക്കിയിട്ട് വണ്ടി തിരിക്കാം. അപ്പൊ നിങ്ങൾ സൈക്കിൾ തിരിക്കുമ്പോഴും ബൈക്ക് തിരിക്കുമ്പോഴും ഒക്കെ പെട്ടെന്ന് ടേൺ ചെയ്യുമ്പോൾ വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അവിടെ റേഡിയസ് കുറവാണ്. അപ്പൊ വെലോസിറ്റി കുറഞ്ഞേ പോകാൻ പറ്റുള്ളൂ. സ്പീഡ് കൂടുതലായിട്ട് വന്നാൽ സെൻട്രിപീറ്റൽ ഫോഴ്സ് തരാൻ പറ്റാതെയാവും ഫ്രിക്ഷന്, നിങ്ങൾ സ്കിഡ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ ഒന്നും കൂടി വൈഡ് ആയിട്ടാണ് കുറച്ചും കൂടി സ്പീഡിൽ പോകുന്നതെങ്കിൽ കുഴപ്പമില്ല, റേഡിയസ് കൂടുതലായി നിങ്ങളുടെ വെലോസിറ്റിയും കൂട്ടാം, നിങ്ങൾ സ്കിഡ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഡിപ്പെൻഡ്സ് ഓൺ
റേഡിയസ് ഓഫ് കർവേച്ചർ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പ്ലേസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. നല്ല ഫ്രിക്ഷൻ ഉള്ള റോഡാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വേർതിരിക്കാം. നല്ല മിനുസുള്ള റോഡാണെങ്കിൽ ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും, മ്യൂഎസ് വളരെ കുറവായിരിക്കും, നിങ്ങൾ സേഫ് സ്പീഡ് വളരെ ചെറുതായിരിക്കും. സ്പീഡ് കൂട്ടിയാൽ നല്ല മിനുസുള്ള റോഡിന്റെ മുകളിൽ പെട്ടെന്ന് സ്കിഡ് ചെയ്യും, സെൻട്രിപീറ്റൽ ഫോഴ്സ് തികയാതെ വരും എന്നർത്ഥം. ഓക്കെ, ഇനി നോക്കൂ, ഇതില് മാസ് ഉണ്ടോ? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്, ആരില്ല, വാഹനത്തിന്റെ മാസൊക്കെ വെട്ടിപ്പോയി അല്ലെ, ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ വെഹിക്കിൾ. വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഒരു കാർ ആണെങ്കിലും ഒരു ബസ് ആണെങ്കിലും ഒരു സൈക്കിൾ ആണെങ്കിലും ഒരു ലോറി ആണെങ്കിലും ഒക്കെ മാസ് വ്യത്യാസം ഉണ്ടെങ്കിലും സേഫ് സ്പീഡ് ഓൺ ദ കർവ്ഡ് ലെവൽ റോഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ്സ് മാസ്. വെരി ഇമ്പോർട്ടന്റ്. മാസിനായിട്ട് ബന്ധമില്ല. ഓക്കെ, അപ്പൊ ഈ ഫോർമുല ഓർമ്മിച്ച് വെക്കുക, അതിന്റെ പ്രാധാന്യം അറിയാം. അപ്പൊ നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട രണ്ടാമത്തെ റോഡിലേക്ക് പോവാം. ഇത് കർവ്ഡ് ലെവൽ റോഡ് ആണെങ്കിൽ, കർവ്ഡ് ലെവൽ റോഡ് അല്ല ഇനി പറയാൻ പോകുന്നത്. കാരണം കർവ്ഡ് ലെവൽ റോഡിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ എന്താ വഴി? വല്ലാണ്ട് നമുക്ക് റേഡിയസ് കൂട്ടാൻ പറ്റില്ല, സ്ഥലം ഉണ്ടാവില്ല റോഡ് വലുതാക്കാൻ. പിന്നെ ആകെ ചെയ്യാൻ പറ്റുക ഫ്രിക്ഷൻ കൂട്ടുകയാണ്. ഫ്രിക്ഷൻ കൂട്ടുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഫ്രിക്ഷന്റെ ലിമിറ്റേഷൻ എന്തായിരുന്നു? അവിടെ വെയർ ആൻഡ് ടയർ ഓഫ് ദ ടയേഴ്സ് ഉണ്ടാവും, ഹീറ്റ് എനർജി ലോസ് ഉണ്ടാവും. അപ്പൊ ടയർ തേയ്മാനം വരും, ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫ്രിക്ഷനെ ഒരു പരിധിയിൽ കൂട്ടാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സെൻട്രിപീറ്റൽ ഫോഴ്സ് തരാൻ വേറൊരു വഴി നമ്മൾ ശ്രമിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് കർവ്ഡ് ബാങ്ക്ഡ് റോഡിലേക്ക് നമ്മൾ പോകുന്നത്. ബാങ്ക്ഡ് റോഡ്. എന്താണ് ബാങ്ക്ഡ് റോഡ്? ശ്രദ്ധിക്കാം. വീണ്ടും നമ്മുടെ റോഡ് അങ്ങനെ തന്നെ ഇങ്ങനെയായിരുന്നു നേരത്തെ റോഡ്. ഇപ്പൊ ഞാൻ ഈ റോഡ് ഒന്ന് മാറ്റിയാണ്. ഇങ്ങനെയുള്ള റോഡിനെ ഇന്നർ കർവിലേക്ക്, ഇതെല്ലാം ഇങ്ങനെയല്ലേ വളവ്. അപ്പൊ ഇതാണ് ഇന്നർ കർവ്, ഇത് ഔട്ടർ കർവ്. ഇന്നർ കർവിലേക്ക് ഔട്ടർ കർവിൽ കുറച്ച് ചെരിച്ചിട്ട് റോഡ് ഉണ്ടാകും. ആ ചെരിച്ചപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ഒരു ആംഗിൾ ഉണ്ട്, നമ്മൾ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ റോഡ് ഇപ്പോ ലെവൽ റോഡല്ല, എന്ത് റോഡാണ്? ഇൻക്ലൈൻഡ് റോഡാണ്. ഇങ്ങനെ റോഡ് ചെരിച്ച് ഔട്ടറിൽ നിന്ന് ഇന്നറിലേക്ക് ഒരു സ്ലോപ്പ് കൊടുത്തുണ്ടാക്കുന്നതിനെ പറയുന്ന പേരാണ് ബാങ്കിങ് ഓഫ് റോഡ്സ്. നമ്മൾ അക്കൗണ്ടൻസിക്കാരുടെ ബാങ്കിന്റെ ബാങ്കിങ് അല്ല, റോഡ് ബാങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ റോഡിന്റെ ഔട്ടർ കർവിൽ നിന്ന് ഇന്നർ കർവിലേക്ക് റോഡ് സ്ലോപ്പ് കൊടുത്തുണ്ടാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ബാങ്കിങ്. അത്തരത്തിലുള്ള റോഡിനെ വിളിക്കുന്ന പേരാണ് ബാങ്ക്ഡ് റോഡ്. അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ചെരുവിനെ, ആ റോഡ് ഉണ്ടാക്കിയിട്ടുള്ള ചെരുവിനെ പറയുന്ന തീറ്റയെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ബാങ്കിങ്. ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഇപ്പോൾ കാർ നിൽക്കുന്നത് ഈ ബാങ്ക്ഡ് റോഡിലാണ്. 80 മാസമുള്ള വാഹനം നിൽക്കുന്നത് ബാങ്ക്ഡ് റോഡിലാണ്. നൗ വാട്ട് ആർ ദ ഡിഫറെന്റ് ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ദിസ് കാർ? നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഒന്ന്, അതിന്റെ വെയിറ്റ് mg. ഓക്കെ. രണ്ട്, നോർമൽ റിയാക്ഷൻ. നമ്മൾ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വരച്ച അതേപോലെ തന്നെ നോർമൽ വെയിറ്റ് എപ്പോഴും ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ താഴേക്ക്, റോഡിനല്ല, ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ താഴേക്ക്. നേരത്തെ ഗ്രൗണ്ട് റോഡ് സെയിം ആയിരുന്നു ലെവൽ റോഡ് ആവുമ്പോൾ. ഇനി റിയാക്ഷൻ എപ്പോഴും നമ്മുടെ റോഡിന്, ഇരിക്കുന്ന പ്രതലത്തിന്, ഇൻക്ലൈൻഡ് പ്ലെയിനിന് വെർട്ടിക്കലി അപ്വേർഡ്സ്, നോർമൽ റിയാക്ഷൻ. ഓക്കെ, ഈ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ തൽക്കാലം ഫ്രിക്ഷനെ മൈൻഡ് ചെയ്യുന്നില്ല, ഫ്രിക്ഷൻ ഇല്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? വിത്തൗട്ട്, ആദ്യം ഇത് ചെയ്യാം, വിത്തൗട്ട് ഫ്രിക്ഷൻ. ഫ്രിക്ഷനെ നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. അപ്പൊ ഫ്രിക്ഷൻ നോക്കണില്ല. അപ്പൊ ആറും mg മാത്രമേ ഉള്ളൂ. നമുക്ക് കിട്ടേണ്ടത് സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ്. ഇങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റേഡിയസ് ഇവിടെയാണ്, 6 ആണ്. അപ്പൊ ഇവിടേക്ക് അനുഭവപ്പെടുന്ന mv²/r ആണ് എനിക്ക് കിട്ടേണ്ടത്. ഈ mv²/r തരാൻ ആരുണ്ട്? 6 mg ഇങ്ങനെ നിൽക്കുകയാണ്. നേരത്തെ 6 mg ക്യാൻസൽ ചെയ്ത് പോയി. പക്ഷെ ഇപ്പൊ 6 mg ക്യാൻസൽ ചെയ്യോ? ഇല്ല, 6 ഇങ്ങനെയാണ്, mg ഇങ്ങനെയാണ്. നമ്മളിവിടെ ഈ 6നെ 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പോവുക. ശ്രദ്ധിക്കുക, മാറുന്നത് വെയിറ്റിനെ എല്ലാ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യണത്, റിയാക്ഷനെയാണ് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നത്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും. എന്താ കാരണം? ഇതിന് പെർപെൻഡിക്കുലർ ആണ് റിയാക്ഷൻ, ഇതിന് പാരലാണിത്, ഇതിന് പെർപെൻഡിക്കുലർ ആണ് നമ്മളെ ഈ പറഞ്ഞ ലൈൻ. അപ്പൊ ഈ രണ്ടാൾക്കാർക്ക് ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ അവരുടെ പെർപെൻഡിക്കുലേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിളും ഇതിന് പെർപെൻഡിക്കുലർ ആണ്, ഇതിന് പെർപെൻഡിക്കുലർ ആണ്, അവർക്ക് ഇടയ്ക്കുള്ള ആംഗിളും തീറ്റയായിരിക്കും. സോ ദിസ് ആംഗിൾ ഈസ് ആൾസോ തീറ്റ. അപ്പൊ ആറിനെയാണ് ഇവിടെ റിസോൾവ് ചെയ്യുന്നത്. തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് മുമ്പ് പറയുന്ന പോലെ തന്നെ കൊസൈൻ കമ്പോണന്റ്, അപ്പൊ ആർ കോസ് തീറ്റ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഡയറക്ഷനിൽ വന്ന കമ്പോണന്റ് ആർ സൈൻ തീറ്റ. അപ്പൊ ആർ കോസ് തീറ്റ ആൻഡ് ആർ സൈൻ തീറ്റ ആയിട്ട് നമ്മൾ റിയാക്ഷനെയാണ് റിസോൾവ് ചെയ്തത്. ഇൻക്ലൈൻഡ് പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ റിസോൾവ് ചെയ്തത് ആരെയായിരുന്നു? mg-നെയായിരുന്നു. mg കോസ് തീറ്റ ആൻഡ് mg സൈൻ തീറ്റ. മാറരുത്. ഇവിടെ mg-നെ റിസോൾവ് ചെയ്യാൻ പോയാൽ നമുക്ക് വേണ്ട ഉത്തരങ്ങളൊന്നും കിട്ടില്ല. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റീപോസ് പറയുമ്പോൾ നമ്മൾ mg എന്ന് പറയുന്ന വെയിറ്റിനെയാണ് റിസോൾവ് ചെയ്തതെങ്കിൽ, സേഫ് സ്പീഡ് പറയുന്ന ബാങ്ക്ഡ് റോഡിന്റെ ഡിസ്കഷനിൽ റിയാക്ഷനെയാണ് റിസോൾവ് ചെയ്യേണ്ടത് എന്ന് മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചോളുക, അല്ലെങ്കിൽ തെറ്റും. അപ്പോ ആറിനെ ആർ കോസ് തീറ്റ ആൻഡ് ആർ സൈൻ തീറ്റ ആയിട്ട് റിസോൾവ് ചെയ്തു. ആംഗിൾ ഓഫ് ബാങ്കിങ് ആണ് തീറ്റ. ഇവിടെ തീറ്റയാണെങ്കിൽ ഇവിടെയും തീറ്റയാണ്. എന്തുകൊണ്ട്? ഇതൊക്കെ വരച്ച് പഠിക്കണട്ടാ. കാരണം എന്താണ്? ഈ രണ്ടാൾക്കാർക്കും പെർപെൻഡിക്കുലേഴ്സ് ആണ് ഈ രണ്ടാൾക്കാർ. ഈ ബാങ്ക് റോഡിന് പെർപെൻഡിക്കുലർ ആണ്, റിയാക്ഷനെ കാണിച്ചിട്ടുള്ള ഏരോ മാർക്ക്. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആണ് നേരത്തെ വരച്ച ഡോട്ട് ലൈൻ, കാരണം mg ഒക്കെ അതുകൂടെ പോകുന്നത്.
അപ്പൊ ഇവർക്കിടക്കുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ അവരുടെ പെർപെൻഡിക്കുലർസിന് അടുത്തുള്ള ആംഗിൾ തീറ്റയാണ്. തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് ആർ കോസ് തീറ്റ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് തീറ്റയുടെ അടുത്ത് അല്ലാത്ത മറ്റേ കമ്പോണന്റ് ആർ സൈൻ തീറ്റ. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണ് എം ജി ഈക്വൽ ടു ആർ കോസ് തീറ്റ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നോക്കൂ, ഒന്നാമത്തെ ഇക്വേഷൻ ആർ കോസ് തീറ്റ മുകളിലേക്ക് എം ജി താഴേക്ക്. ആ വസ്തുവിന് മുകളിലേക്കും പോകുന്നില്ല താഴേക്കും വരുന്നില്ല, അവിടെ ഇക്വിലിബ്രിയം ആണ്. അപ്പൊ ആർ കോസ് തീറ്റ എം ജി ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ബാക്കിയുള്ളത് നമുക്ക് ആർ സൈൻ തീറ്റയാണ്. നമുക്ക് ആരെ വേണം? ടുവേർഡ്സ് ദ സെന്റർ നമുക്ക് എം വി സ്ക്വയർ ബൈ ആർ വേണം, സെൻട്രിപീറ്റൽ ഫോഴ്സ്. അപ്പോ ബാലൻസ്ഡ് അല്ലാത്ത ഒരു ആർ സൈൻ തീറ്റ ബാക്കിയുണ്ട്. ആർ കോസ് തീറ്റ എം ജിനായിട്ട് ബാലൻസ്ഡ് ആയി, അവർ ക്യാൻസൽ ചെയ്ത് പോയി. പക്ഷെ ആർ സൈൻ തീറ്റ നമുക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. ആ ആർ സൈൻ തീറ്റ എന്ത് തരും? സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ ഡയറക്ഷനിലല്ലേ ആർ സൈൻ തീറ്റ വന്നത്? ടുവേർഡ്സ് ദ സെന്റർ അല്ലേ വന്നത്? സോ എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്ന സെൻട്രിപീറ്റൽ ഫോഴ്സ് ആർ സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് വരും. ആ രണ്ട് ഇക്വേഷൻ എഴുതി. അപ്പൊ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടുന്നത് മാക്സിമം സേഫ് സ്പീഡ് ആണ് 2 ഡിവൈഡഡ് ബൈ 1. ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ഹരിക്കുക. 2 ഡിവൈഡഡ് ബൈ 1 ഗീവ്സ് എം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ വി സ്ക്വയർ ബൈ ആർ ജി എന്ന് അടുത്ത ഭാഗത്ത് വരും. വി സ്ക്വയർ ബൈ ആർ ഉണ്ട്, ഒരു ജി കൂടി അടിയിലേക്ക് വരും. വി സ്ക്വയർ ബൈ ആർ ജി ഈക്വൽ ടു ആർ ക്യാൻസൽ ചെയ്ത് പോയി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ വരും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് സൈൻ തീറ്റ. സോ വി സ്ക്വയർ ഈക്വൽ ടു ആർ ജി tan theta or V is equal to root RG tan theta. Very important formula. അപ്പൊ നിങ്ങൾക്ക് കിട്ടാവുന്ന സ്പീഡ് √RG tan തീറ്റയിൽ പോകാം. അപ്പൊ നമ്മൾ ഫ്രിക്ഷനെ കൺസിഡർ ചെയ്തിട്ടില്ല, അതായത് ടയറിന് ഒരു തേയ്മാനം ഇല്ലാതെ പോകാവുന്ന സ്പീഡാണ്. അപ്പൊ ഇത് മാക്സിമം സ്പീഡ് അല്ല, ഇതിനെ നമുക്ക് പറയാം ഇതാണ് ഏറ്റവും നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന സ്പീഡ്. കാരണം കാറിന് യാതൊരു നഷ്ടവും ഇല്ല, ടയറിന് തേയ്മാനവും ഇല്ല, ഹീറ്റ് എനർജി ലോസ് ഉണ്ടാവില്ല. ദിസ് സ്പീഡ് ഈസ് കോൾഡ് ഒപ്റ്റിമം സ്പീഡ്. നമ്മൾ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യാതെ ഇങ്ങനെയുള്ള ഒരു ബാങ്ക് റോഡ് കൂടെ പോകുമ്പോൾ കിട്ടാവുന്ന പരമാവധി വെലോസിറ്റി, വാഹനത്തിന് പോകാവുന്ന പരമാവധി വെലോസിറ്റിയാണ് ആർ ജി tan തീറ്റ. വേർ ആർ ഈസ് അഗൈൻ റേഡിയസ് ഓഫ് ദ ബാങ്ക് റോഡ്. ആർ കൂടുന്തോറും നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാം. ജി ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പ്ലേസ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ tan തീറ്റയാണ്. തീറ്റ കൂട്ടുന്തോറും ബാങ്ക് റോഡിന്റെ ഈ ഇൻക്ലിനേഷൻ ആംഗിൾ ഓഫ് ബാങ്കിങ് കൂട്ടിയാൽ tan തീറ്റ കൂടും, നിങ്ങൾക്ക് സേഫ് സ്പീഡ് കൂടും. പക്ഷെ വല്ലാണ്ടൊന്നും ബാങ്കിങ്ങും നമുക്ക് കൊടുക്കാൻ പറ്റില്ല, വണ്ടി ഇങ്ങോട്ട് മറിഞ്ഞു വിടും. അപ്പൊ ഇതാണ് ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയുന്നത്. മാക്സിമം സേഫ് സ്പീഡ് അല്ല, ഒപ്റ്റിമം സ്പീഡ്. എന്താ ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയാൻ കാരണം? ഫ്രിക്ഷനെ കൺസിഡർ ചെയ്തിട്ടില്ല, തേയ്മാനം ഒന്നും വരുന്നില്ല, അങ്ങനെ പോകാവുന്ന ഒരു സ്പീഡ്. മാക്സിമം സ്പീഡ് നമ്മൾ ഇനി ഫ്രിക്ഷനെ കൂടി കൺസിഡർ ചെയ്താൽ കുറച്ചും കൂടി വേഗത്തിൽ പോകാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഡെറിവേഷൻ ഓർമ്മിച്ച് വെക്കുക. അപ്പൊ എന്താണ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഫ്രിക്ഷൻ ഇല്ലാതെ തന്നെ സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പാകത്തിന് റോഡ് ഔട്ടർ കർവിൽ നിന്ന് ഇന്നർ കർവിലേക്ക് ചെറിയൊരു സ്ലോപ്പ് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ബാങ്കിങ് ഓഫ് റോഡ്. അവിടെ ചരിക്കുന്ന ചെരുവിനെ കാണിക്കുന്ന ആംഗിൾ ആണ്, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ് ആംഗിൾ ഓഫ് ബാങ്കിങ്. ആ സമയത്ത് ഒപ്റ്റിമം സ്പീഡ് √RG tan തീറ്റ. അപ്പൊ സൈക്കിളൊക്കെ നമ്മൾ തിരിക്കുന്ന സമയത്ത് ഒന്ന് നമ്മൾ ഇങ്ങനെ ലീൻ ചെയ്യും അല്ലെ? സൈക്കിൾ ഇങ്ങനെ തിരിയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ തന്നെ മസിൽ പിടിച്ച് പോവോ? അല്ല, തിരിയുന്ന ഭാഗത്തേക്ക് നമ്മൾ ഒന്ന് ഇങ്ങനെ ചെരിക്കും. ഈ ചെരിക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ബാങ്കിങ് എന്ന് ചുരുക്കം. അപ്പോ വിമാനം പറക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ട്രെയിൻ ഇങ്ങനെ ഒരു കർവ്ഡ് റെയിലിലൂടെ പോകുന്ന സമയത്ത് ആ റെയിലിന്റെ ഒരു ഭാഗം ഒന്ന് ഉയർത്തി വെക്കും. ഔട്ടർ റെയിൽ ഒന്ന് ഉയർത്തി ഇന്നർ റെയിൽ ചെറുതായിട്ട് താഴ്ത്തും. അപ്പൊ ട്രെയിനും തിരിക്കാൻ സുഖമാവും. അപ്പൊ ട്രെയിനിൽ തിരിയുന്ന സ്ഥലത്തും ഇത് ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ സൈക്കിൾ ചവിട്ടി തിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്, വിമാനം തിരിയുന്ന സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്, റോഡിന്റെ മുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഒക്കെ ബാങ്കിങ് തന്നെയാണ്, അത് ഓർമ്മയിൽ വെക്കുക. ഇനി ഞാൻ ഇതേ ചിത്രത്തിൽ തന്നെ ചെയ്യാൻ പോവാണ്. ഇവിടെ ഫ്രിക്ഷനും കൂടി ഉണ്ട് എന്ന് വിചാരിക്കാം. നിങ്ങൾ വേറെ ചിത്രമായിട്ട് തന്നെ വരയ്ക്കണേ, ഇതിലെ മുകളിൽ തന്നെ കൊണ്ടുപോയി കുത്തി കൗറി വരയ്ക്കരുത്. നമ്മൾ ഇനി ഫ്രിക്ഷനും കൂടി കൺസിഡർ ചെയ്യാം. വിത്ത് ഫ്രിക്ഷനും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻട്രിപീറ്റൽ ഫോഴ്സ് കുറച്ചും കൂടി കൂടുതൽ കിട്ടും. അപ്പൊ ഞാൻ ഫ്രിക്ഷൻ ഇവിടെ വരയ്ക്കാൻ പോകും. നേരത്തെ വരച്ച പോലെ തന്നെ ഫ്രിക്ഷൻ എപ്പോഴും എങ്ങനെയാണ്? സർഫസുകൾക്ക് പാരലാണ്. ആരൊക്കെയാണ് സർഫസ്? ഈ ബാങ്ക്ഡ് റോഡും ഈ കാറും അല്ലെ? അപ്പൊ അതിന് പാരലായിട്ട് നമുക്ക് ഇങ്ങനെയാണ് ഫ്രിക്ഷൻ വരിക. ഓക്കെ, ദിസ് ഈസ് FS ഫ്രിക്ഷൻ. ഈ ഫ്രിക്ഷനെ നിങ്ങൾക്ക് രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റാലോ. അപ്പൊ പാരലായിട്ട് വരയ്ക്കുന്ന ശ്രദ്ധിക്കാട്ടാ. ഇവിടെ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതും ഈ രണ്ടാൾക്കാർക്കിടക്കുള്ള ആംഗിളാണ് തീറ്റ. ഇതിന് പാരലാണ് ഇപ്പൊ നമ്മൾ വരച്ചത്. ഓക്കെ, അപ്പോ ഇതിന് പാരലായിട്ട് ഇയാളും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇയാളിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയായിരിക്കും നോക്കുക. സോറി, ഇതിനും ഇയാൾക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയോ? ദിസ് ഈസ് ആൾസോ തീറ്റ അല്ലെ? ഇതിന് പാരലാണ് ഇത്, ഇതിന് പാരലാണ് ഇത്. ഓക്കെ, അപ്പോ ഇവിടെ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ രണ്ടാൾക്കാർക്കും പാരലായിട്ടുള്ള ഈ രണ്ട് ലൈൻസിന് ഇടയ്ക്കുള്ള ആംഗിളും തീറ്റയായിരിക്കും. അപ്പൊ FSന്റെ തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് ഈ ഡയറക്ഷനിൽ, തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് FS കോസ് തീറ്റ. ഇവിടെ ഓൾറെഡി ആരുണ്ട്? R സൈൻ തീറ്റ ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ഒരേ ഡയറക്ഷനിൽ വന്നതുകൊണ്ട് കൂട്ടിച്ചിടാം. ഇനി ഈ തീറ്റയുടെ അടുത്തല്ലാത്ത ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് ഇങ്ങനെ അല്ലെ? അപ്പൊ ഇവിടെ MG ഓൾറെഡി ഉണ്ട്, പ്ലസ് ആരും കൂടി വരും FS സൈൻ തീറ്റ. ചിത്രം വരയ്ക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം.
എഫ് എസ് എന്ന് പറയുന്ന ഫ്രിക്ഷനെയും കൂടി നമ്മളിപ്പോ പാരലായിട്ട് കാണിച്ചു. ഇവിടെ പാരലായിട്ട് കാണിക്കുമ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ രണ്ടാൾക്കാർക്കും പാരലൈസ് ആയിട്ടുള്ള ഈ രണ്ട് ലൈനുകൾക്ക് ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയായിരിക്കും. അപ്പൊ എഫ് എസിന് തീറ്റയുടെ അടുത്തുള്ള എഫ് എസ് കോസ് തീറ്റയും എഫ് എസ് സൈൻ തീറ്റ ആയിട്ട് റിസോൾവ് ചെയ്തു. എഫ് എസ് കോസ് തീറ്റ ആർ സൈൻ തീറ്റയുടെ ഒപ്പം ഓൾറെഡി ആർ സൈൻ തീറ്റ ഉണ്ട്, അതുകൊണ്ട് കൂട്ടി എഴുതി. ഇവിടെ ഓൾറെഡി എം ജി ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഇത് കൂട്ടി എഴുതി. ഇപ്പൊ നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻ എഴുതുമ്പോ എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റ അല്ലെ ഈക്വൽ ടു ആർക്കാണ് ഉള്ളത് ആർ കോസ് തീറ്റ. ഇക്വിലിബ്രിയം അതിനെ ഒന്നുകൂടി വൃത്തിയാക്കി എഴുതിയാൽ എം ജി ഈക്വൽ ടു ആർ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ എന്ന് എഴുതും. ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ഈ ഡയറക്ഷനിലേക്ക് ആരാ വേണ്ടത്? സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ്. സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എം വി സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു ഇങ്ങോട്ടുള്ള സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ സ്ഥാനത്തേക്ക് ആരൊക്കെ വന്നത്? ഇപ്പോ എഫ് എസ് നമുക്ക് ആദ്യം ആർ സൈൻ തീറ്റ എഴുതാം അല്ലെ. ആർ സൈൻ തീറ്റ ഉണ്ട് പ്ലസ് ആരും കൂടി ഉണ്ട് ഇപ്പോ എഫ് എസ് കോസ്. നേരത്തെ ആർ സൈൻ തീറ്റ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ എഫ് എസ് കോസ് തീറ്റ കൂടി വന്നു ഇക്വേഷൻ നമ്പർ 2. നമുക്ക് ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 1 നേരത്തെ ചെയ്ത പോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഈക്വൽ ടു ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എം ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി വി സ്ക്വയർ ബൈ ആർ ജി എന്നാവും. നമുക്ക് ആ വി ആണ് കിട്ടേണ്ടത്. ഈക്വൽ ടു ഇവിടെ വരിക ആർ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ കോസ് തീറ്റ, ശ്രദ്ധിക്കണേ, മൈനസ് എഫ് എസ് സൈൻ തീറ്റ. എന്തെങ്കിലും ഒരു പോസിറ്റീവ് നെഗറ്റീവ് സൈനും കോസ് ഒക്കെ മാറിയാൽ തെറ്റും. ദാറ്റ്സ് ഈക്വൽ ടു ഞാൻ ഈ ടേമിനെ ത്രൂ ഔട്ട് ആയിട്ട് ആർ കോസ് തീറ്റ കൊണ്ടായിരിക്കണം. അപ്പൊ ആർ കോസ് സൈൻ തീറ്റ ഒരു സൗകര്യത്തിന് വേണ്ടി ആർ സൈൻ തീറ്റ ബൈ ഒരു സുഖം ആർ കോസ് തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ ബൈ ആർ കോസ് തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ ആർ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ കോസ് തീറ്റ. എല്ലാ ടേമിനും ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ആർ കോസ് തീറ്റ ഉണ്ടായിരിക്കും. ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ മാത്രം ഒരു വ്യത്യാസം വരാൻ പോകുന്നത് മൈനസ് എഫ് എസ് സൈൻ തീറ്റ ബൈ ആർ കോസ് തീറ്റ. അപ്പൊ ന്യൂമറേറ്ററിലെ രണ്ട് ടേമിനെയും ഡിനോമിനേറ്ററിലെ രണ്ട് ടേമിനെയും ഞാൻ ആർ കോസ് തീറ്റ കൊണ്ട് ഹരിച്ചു. അപ്പൊ എന്താ വരിക? ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ആർ സൈൻ തീറ്റ ബൈ ആർ കോസ് തീറ്റ, ആർ വെട്ടി പോകും, ബാക്കി ഉണ്ടാവുക ടാൻ തീറ്റ അല്ലെ, പ്ലസ് കോസ് തീറ്റ വെട്ടി പോയി എഫ് എസ് ബൈ ആർ ഉണ്ട്. എന്താ എഫ് എസ് ബൈ ആർ എന്ന് പറഞ്ഞാൽ മ്യൂ എസ് ആണ് അല്ലെ, കോഎഫിഷ്യന്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ഡിവൈഡഡ് ബൈ ആർ കോസ് തീറ്റ വെട്ടി പോയി 1 മൈനസ് ഇവിടെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ വരും, എഫ് എസ് ബൈ ആർ എന്നുള്ളടത്ത് മ്യൂ എസ് എഴുതാം. അപ്പൊ മ്യൂ എസ് ടാൻ തീറ്റ. അപ്പൊ എഫ് എസ് ബൈ ആർ എന്ന് കാണുന്നോടത്തൊക്കെ ഞാൻ മ്യൂ എസ് എഴുതിയിട്ട് നമുക്കറിയാം കോഎഫിഷ്യന്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ആക്കി. സോ യു ഗെറ്റ് ഫൈനൽ എക്സ്പ്രഷൻ വി സ്ക്വയർ ഈക്വൽ ടു ആർ ജി ഇൻറ്റു മ്യൂ എസ് ആദ്യം എഴുതി പ്ലസ് ടാൻ തീറ്റ സൗകര്യത്തിന് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ഓക്കെ, സോ വി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. ദ മാക്സിമം ഇതിനെ പറയുന്ന പേരാണ് മാക്സിമം സേഫ് സ്പീഡ്. ഇപ്പൊ കുറച്ച് ടയറിന്റെ തേയ്മാനൊക്കെ കൺസിഡർ ചെയ്താലും ഫ്രിക്ഷനും കൂടി കൺസിഡർ ചെയ്താൽ ടയറിന്റെ തേയ്മാനം ഉണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിലും വണ്ടി വീഴാതെ നിങ്ങൾക്ക് ഇത്രയും സ്പീഡിൽ പറപ്പിച്ച് വിടാം. മാക്സിമം സേഫ് സ്പീഡ് ഓൺ എ കർവ്ഡ് ബാങ്ക്ഡ് റോഡ് ഈസ് റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ, where r is radius of curvature of the road, g is acceleration due to gravity at the place, മ്യൂ എസ് is coefficient of limiting friction of the road, theta is angle of inclination or angle of banking. ഈ ഫോർമുല വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് മാക്സിമം സേഫ് സ്പീഡ് ഓൺ ദ ബാങ്ക്ഡ് റോഡ് കൺസിഡറിംഗ് ഫ്രിക്ഷൻ. നേരത്തെ ഞാൻ എഴുതിയത് ബാങ്ക്ഡ് റോഡിൽ ഫ്രിക്ഷനെ നമ്മൾ കൂട്ടിയിട്ടില്ലെങ്കിൽ ഒപ്റ്റിമം സ്പീഡ് റൂട്ട് ആർ ജി ടാൻ തീറ്റ. ഇതില് ഈ ഫോർമുലയിൽ നിങ്ങൾ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തിട്ടില്ല, മ്യൂ എസ് ആയിട്ട് 0 കൊടുത്താൽ ഇത് റൂട്ട് ആർ ജി ടാൻ തീറ്റ ആയിട്ട് മാറും. ഇനി ബാങ്കിങ് ഇല്ലെങ്കിൽ തീറ്റ 0 കൊടുക്കുക, ലെവൽ റോഡ് ആണെങ്കിൽ തീറ്റ 0 കൊടുക്കുക. അപ്പൊ ടാൻ തീറ്റയ്ക്ക്